നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. സ്കൂൾ വിപണി സജീവം. കടകളിൽ ഇത്തവണയും നിരവധി ഓഫറുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കടകളിൽ വൻ തിരക്കും അനുഭവപ്പെട്ടു തുടങ്ങി. സ്കൂൾ തുറക്കാൻ ആഴ്ചകൾ മാത്രം ശേഷിക്കെ വിപണിയും സജീവമായി. ബാഗും കുടയും പഠനോപകരണങ്ങളും കടകളിൽ നിരന്നു കഴിഞ്ഞു. നോട്ട്ബുക്ക്, നെയിം സ്ലിപ്പ്, പേന, പെൻസിൽ, ഇൻസ്ട്രുമെന്റ് ബോക്സ്, ടിഫിൻ ബോക്സ്, വാട്ടർ ബോട്ടിൽ എന്നിവയും കടകളിൽ ലഭ്യമാണ്. പുതിയ ബാഗും കുടയും ഒക്കെ വാങ്ങാനായി കടകളിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പലയിടത്തും മികച്ച കച്ചവടം പ്രതീക്ഷിച്ച് കോംബോ ഓഫറുകളും ഒരുക്കിയതായി വ്യാപാരികൾ പറഞ്ഞു. കഴിഞ്ഞ വർഷത്തേക്കാളും ഈ വർഷം നേരത്തെയാണ് നമ്മുടെ സ്കൂൾ ഐറ്റങ്ങൾക്ക്, സ്കൂളിലെ സാധനങ്ങൾക്ക് ആൾ വരുന്നത്. കഴിഞ്ഞ വർഷത്തെ കുറച്ചും കൂടി ഭംഗിയായിട്ട് നമുക്ക് കൊടുക്കാനും കഴിയുന്നുണ്ട്. സാധനങ്ങളൊക്കെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ഇപ്പോൾ. അതുപോലെ ബാഗിനൊക്കെ ഞങ്ങൾ പകുതി ഓഫറിലാണ് കൊടുക്കുന്നത്. MRP റേറ്റിനേക്കാളും പകുതി കുറച്ചിട്ടാണ് പ്രാവശ്യം ബാഗ് കൊടുക്കുന്നത്. അതുപോലെ നോട്ട്ബുക്കുകൾ, ഒരു നോട്ട്ബുക്ക് എടുത്താൽ ഒരു നോട്ട്ബുക്ക് ഫ്രീ ആണ്. അതേപോലെ ക്ലാസ്മേറ്റിൻ്റെ A1 അതേപോലെ ബ്രാൻഡഡ് നോട്ട്ബുക്കുകൾ തന്നെയാണ് കൊടുക്കുന്നത്. ബാക്കിയുള്ള ഐറ്റംസൊക്കെ സ്കൂൾ ഐറ്റം, ഡോംസ്, കമ്പനി ഐറ്റം തന്നെ കൊടുക്കുന്നുണ്ട്. എല്ലാത്തിനും ഓഫർ ഇട്ടിട്ടാണ് കൊടുക്കുന്നത്. സ്കൂൾ മേറ്റ്, പോപ്പിൻസ് എന്നീ നോട്ടുകൾക്ക് ഒന്നെടുത്താൽ ഒന്ന്, ഒരു നോട്ട് എടുത്താൽ ഒരു നോട്ട് ഫ്രീ, 10 നോട്ട് എടുക്കാതെ 5 നോട്ട് ഫ്രീ, അതിൻ്റെ കൂടെ 5 പേനയും. പിന്നെ ബാഗ് 295 മേലുള്ള ഏത് ബാഗ്, കമ്പനി അല്ലാത്ത ഏത് ബാഗ് എടുത്താലും അതിൻ്റെ കൂടെ 120 രൂപ വരുന്ന പോഞ്ചോ റെയിൻകോട്ട് 9 രൂപ. കാർട്ടൂൺ കഥാപാത്രങ്ങളുടെയും സൂപ്പർ ഹീറോകളുടെയും ചിത്രങ്ങൾ ആലേഖനം ചെയ്ത ബാഗുകളും കുടകളുമാണ് ഇത്തവണയും സ്കൂൾ വിപണിയിലെ പ്രധാന ആകർഷണം. പഠനോപകരണങ്ങൾക്ക് വില വർദ്ധിച്ചത് സാധാരണക്കാർക്ക് തിരിച്ചടിയാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോട്ട്ബുക്കുകൾക്ക് 5 രൂപ മുതൽ 10 രൂപ വരെ വില കൂടിയിട്ടുണ്ട്. അസംസ്കൃത വസ്തുക്കളുടെ വിലക്കയറ്റമാണ് വിലവർദ്ധനവിന് കാരണമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. ഓഫറുകളുള്ള കടകളിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. വരും ദിവസങ്ങളിലും കച്ചവടം പൊടിപൊടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വ്യാപാരികൾ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ സ്കൂൾ സീസണിൽ കച്ചവടം തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം സ്കൂൾ റിസൾട്ട് തുടങ്ങിയ 2-ാം തീയതി തന്നെ കച്ചവടം തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ പരിസരത്തുള്ള ഒരുവിധ സ്കൂളിൻ്റെ യൂണിഫോമൊക്കെ അവിടെ സ്റ്റോക്ക് ഉണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ വിലയ്ക്കൊന്നും മാറ്റമില്ല. അതുകൊണ്ട് സ്കൂൾ വിപണി സജീവമായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ.